യാതൊരു ഇളവും അനുവദിക്കാൻ പാടില്ല. സുപ്രീം കോടതി നിർദ്ദേശിച്ച കമ്മിറ്റിയിൽ 3 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. മിനിമം 3 അംഗം, മിനിമം അല്ല 3 അംഗം. വ്യക്തികളുടെ നിയമപ്രകാരമുള്ള സ്ഥാനം ജാതീയമായി നിർണയിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ ജാതി സംബന്ധമായ നിയമാനുസൃത സ്ഥാനം നിശ്ചയിക്കപ്പെടുന്നതിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതും അത് വ്യക്തിയുടെ അവകാശത്തെ ബാധിക്കുന്നതും അപ്രകാരമുള്ള സാഹചര്യത്തിൽ കമ്മിറ്റിക്ക് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഒരു ഘടന ഉണ്ടായിരിക്കണമെന്ന് കുമാരി മാധുരി പാട്ടീൽ വേഴ്സസ് അഡീഷണൽ കമ്മീഷൻ എന്ന കേസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുമാരി മാധുരി പാട്ടീൽ എന്ന് പറയുന്ന കേസ് എവിടെന്നെങ്കിലും എടുത്ത് വായിക്കുന്നത് നന്നായിരിക്കും. കുമാരി മാധുരി പാട്ടീൽ എന്ന് പറയുന്ന കേസ് എടുത്ത് വായിക്കുന്നത് നന്നായിരിക്കും. ഒരാൾ 2 സ്ഥാനങ്ങൾ വഹിക്കുന്നത് ചോദ്യം ഉദിക്കുന്നില്ല. അങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറുടെ അംഗമായിരിക്കുമെന്നും, ഇപ്പോ 3 പേരിൽ ഒരാൾ പട്ടികജാതി വികസന വകുപ്പിന്റെ ഡയറക്ടറാണ്. അയാൾ പട്ടികജാതിക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. അതിനാൽ അയാൾ തന്നെ പട്ടികജാതി വികസന വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്നതിനാൽ 2 തസ്തികകളും കമ്മിറ്റി ശരിയായി രൂപീകരിക്കണമെന്ന വാദം നിയമപരമായി നിലനിൽക്കുന്നതല്ല. അപ്പൊ 3 പേരിൽ ഒരാൾക്ക് 2 പദവിയുണ്ട്, അതുകൊണ്ട് അയാൾ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അതേത് കേസിലാ പറഞ്ഞേ? ജി വേലായുധൻ വേഴ്സസ് കേരള സംസ്ഥാനം എന്ന് പറയുന്ന കേസിൽ 1997 പറഞ്ഞത്. പട്ടികജാതി ഡയറക്ടർ ഈ കമ്മിറ്റിയിലെ ആരായിരിക്കണം? ചുമതലക്കാരനായിരിക്കണം എന്ന് പറഞ്ഞു. അടുത്തത്, സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിയുടെ അധികാര പരിധിയുടെ വ്യാപ്തി. എന്താണ് പറഞ്ഞത്? സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിയുടെ അധികാര പരിധി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം വിപുലവും സാവകാശത്തിലുള്ളതുമാണ്. അത് പറഞ്ഞത് എൻ ഉഷാദേവി വേഴ്സസ് ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന കേസിലാണ്. അപ്പോ സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിയുടെ അധികാരം വളരെ വലുതാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അടുത്തത്, നിലവിലെ കേസിലെ വസ്തുതകൾ ബാധകമാക്കിയാൽ കമ്മിറ്റി മുൻപാകെ സമർപ്പിക്കപ്പെട്ട എല്ലാ വസ്തുതകളും വിലയിരുത്തുന്നതിനാൽ കമ്മിറ്റി പരാജയപ്പെട്ടതായും അവർ ക്രമ നമ്പർ 9 സമർപ്പിച്ച രേഖ മനസ്സിരുത്തി പരിശോധിച്ചിട്ടില്ലാത്തതും അത് അപ്പീൽ അപേക്ഷകന് എതിരായി ഒരു നിഗമനത്തിന് കാരണമാവുകയും ചെയ്തു. ഒരു യഥാർത്ഥ സ്ഥാനാർത്ഥിക്ക് എന്ന് പറഞ്ഞാൽ അപേക്ഷകൻ, യഥാർത്ഥ അപേക്ഷകന് അയാളുടെ ജാതി സർട്ടിഫിക്കറ്റ് തെറ്റായി നിഷേധിച്ചതിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളിൽ നിന്നും അവന് അല്ലെങ്കിൽ അവൾ തടസ്സപ്പെട്ടു. അതിനാൽ ജാതി തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അല്ലെങ്കിൽ നിരസിക്കുമ്പോൾ മതിയായ ജാഗ്രത പുലർത്തണം എന്നാണ് ആ കേസിൽ പറഞ്ഞത്. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടെ അങ്ങ് നിർത്താം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ